നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. അകലാട് അഞ്ചാംകല്ലിൽ ബൈക്കും ബുള്ളറ്റും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികൻ അകലാട് MIC റോഡിൽ താമസിക്കുന്ന നന്ദ്യാണത്തിൽ 55 വയസ്സുള്ള മുഹമ്മദ് ഉണ്ണിയാണ് മരിച്ചത്. ബുള്ളറ്റ് യാത്രികരായ അകലാട് സ്വദേശി കാക്കനാട്ട് വീട്ടിൽ അൻവർ, എടക്കര മുണ്ടോത്തിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരേ ദിശയിലായിരുന്നു 2 വാഹനങ്ങളും സഞ്ചരിച്ചിരുന്നത്. ബൈക്ക് പെട്ടെന്ന് തിരിച്ചപ്പോൾ അമിത വേഗതയിൽ വന്നിരുന്ന ബുള്ളറ്റ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മുഹമ്മദ് ഉണ്ണി മരിച്ചത്. വടക്കേക്കാട് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൊഴിലാണ് ജീവിതമാർഗം. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിതം മെച്ചപ്പെടുത്താനായി മധുരയിൽ നിന്നും കുടുംബത്തോടൊപ്പം കേരളത്തിലേക്ക് വന്ന ഇരുളായിയെ ഈ തൊഴിൽ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. മധുര സ്വദേശിയാണ് ഇരുളായി. സ്വന്തം നാടിനേക്കാൾ ഇരുളായിക്ക് ഇന്നും പരിചയം കേച്ചേരിയിലെ ഇടവഴികളാണ്. മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം കരമുട്ടിക്കാൻ 70-ാം വയസ്സിലും ഇവർ അധ്വാനിക്കുകയാണ്. കേച്ചേരിക്കാർക്കും സമീപ പ്രദേശത്തുകാർക്കും സുപരിചിതയാണ് ഇരുളായി. ആക്രി സാധനങ്ങൾ പെറുക്കാൻ കേച്ചേരിയിലെ വീടുകളിലും ഇടവഴികളിലും ഇരുളായി എല്ലാ ദിവസവും എത്തും. മെച്ചപ്പെട്ട കൂലിയും ജീവിതവും പ്രതീക്ഷിച്ചാണ് ഇരുളായി കുടുംബത്തോടൊപ്പം കേരളത്തിലെത്തിയത്. അമ്മ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? 37 കൊല്ലം. അപ്പോൾ എവിടെയാണ് നാട്? ഇവിടുത്തെ കേരളത്തിൽ തന്നെയാണോ? ഇവിടെ തമിഴ്നാട് മധുര. തമിഴ്നാട് മധുരയിലേ. അപ്പോൾ എങ്ങനെയാ കുറെ നാളായി വന്നിട്ട്? ഇവിടെ വന്നിട്ട് കുപ്പി വാട്ട വാങ്ങി സേവിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചു. ഇതോടെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്കായി. പാറന്നൂരിലെ ഇഷ്ടിക കമ്പനിയിലായിരുന്നു ആദ്യ ജോലി നോക്കിയിരുന്നത്. പിന്നീട് അതുപേക്ഷിച്ച് ആക്രി കച്ചവടത്തിലേക്ക് തിരിയുന്നു. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുകിട്ടുന്ന തുക കൊണ്ടാണ് ഇരുളായി കുടുംബം കഴിയുന്നത്. കുടുംബക്കാരും ഭർത്താവ് മരിച്ചു. മഴയുണ്ട്, മഴയൊക്കെ കുടികാരൻ. ഞാനുണ്ട്, മരുമകൾക്ക് വയ്യ, ആശുപത്രിയിലെ കിടക്കും. ഞാൻ ഒരാൾ പണിയെടുത്ത് ജീവിക്കുന്നു. രാവിലെ 7 മണിക്ക് ഉന്തുവണ്ടിയുമായി റോഡിലേക്ക് ഇറങ്ങുന്ന ഇരുളായി 2 മണിയാകുമ്പോൾ തിരികെ എത്തും. ഒരു ദിവസം 250 അല്ലെങ്കിൽ 300 രൂപയാണ് വരുമാനമായി ലഭിക്കുക എന്ന് ഇരുളായി പറയുന്നു. രാവിലെ എപ്പോഴാ ഇറങ്ങുക? 7 മണിക്ക് ഇറങ്ങും, 2 മണിക്ക് വീട്ടിൽ എത്തും. കിട്ടുന്ന കച്ചവടം കിട്ടുന്നത് കിട്ടാറ്റി ചുമ്മാ പോകണം. ഒരു ദിവസം എത്ര കിട്ടും? ഒരു ദിവസം 200 രൂപ 250 രൂപ കിട്ടും. 250 അതും കിട്ടും. അപ്പൊ വീട്ടിലെ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് വച്ചിട്ടും ജീവിക്കണം. മകനും ഭാര്യയും പേരക്കുട്ടിയും ഉൾപ്പെടുന്ന കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ തന്റെ വരുമാനം അനിവാര്യമാണെന്നാണ് ഇരുളായിയുടെ പക്ഷം. ഈ 250 കൊണ്ടുള്ള വരുമാനം കൊണ്ട് അതേ വരുമാനം, വേറെ വരുമാനം ഇല്ല. കൂടുതലൊന്നും കിട്ടില്ല. മഴയും കച്ചവടത്തിൽ പോകും, ഒക്കെ കുടി. മകൻ എന്ത് ജോലി ചെയ്യും? അതേ മൊക്കന്റെ കച്ചവടന്റെ ഇതേ കച്ചവടത്തിന്റെ ആദ്യം കുട്ടി ചോറ് കുടി. പ്രായത്തിന്റെ ആകുലതകൾ ഇല്ലാതെ അധ്വാനത്തിന്റെ കൈമുതലായി പ്രാരാബ്ദത്തിന്റെ ഉന്തുവണ്ടിയുമായി ഇരുളായി ജീവിതം തള്ളി നീക്കുകയാണ്. നെന്മിനി ശ്രീ ബലരാമ ക്ഷേത്രത്തിൽ ബലരാമ ജയന്തി ആഘോഷിച്ചു. ഏപ്രിൽ 21 മുതൽ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം, അഷ്ടപതി, പ്രഭാഷണം, കഥാപ്രസംഗം, സംഗീത സന്ധ്യ, ഭരതനാട്യം, കളരിപ്പയറ്റ്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ബലരാമ ജയന്തിയോടനുബന്ധിച്ച് രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സപ്തശുദ്ധി കലശാഭിഷേകം നടന്നു. ഗുരുവായൂർ വിമലിന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളവും ഗജവീരന്മാരുടെ അകമ്പടിയോടെ തിടമ്പെഴുന്നള്ളിപ്പുമുണ്ടായി. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ വരവ് പൂരങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പിറന്നാൾ സദ്യയും ഒരുക്കിയിരുന്നു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി SV ഷാജി, മറ്റ് അംഗങ്ങളും നേതൃത്വം നൽകി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. വേസ്പര, കൂടുതുറക്കൽ, പ്രസിഡന്റി വാഴ്ച എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ ചിയ്യാരം സേവനാലയം പള്ളി വികാരി ഫാദർ സാജൻ മാറൂക്കി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശുശ്രൂഷയും ദേവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ കോന്നിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയ്സൺ കാഞ്ഞിരംപാറയിൽ തിരുനാൾ വചന സന്ദേശം നൽകി.
എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ജീസ് അക്കരപ്പറ്റിയേക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഫാൻസി വെടിക്കെട്ടും നടക്കും. തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അന്തിക്കാട് മാത്യു ജോൺസൺ, കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ് വിൽസൺ, ആളൂർ ഔസേപ്പ് ലേവി, ചെറിയത്ത് ആൻസൺ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ പഴമയുടെ ബാല്യങ്ങളിലേക്ക് എന്ന പേരിൽ അവധിക്കാല വിനോദ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് KR ജിൻസൺ, ലോക്കൽ മാനേജർ സിസ്റ്റർ സിദ്ധി, അധ്യാപക പ്രതിനിധി ദീപ ടീച്ചർ എന്നിവർ സംസാരിച്ചു. പഴയകാല വിനോദ പരിപാടികളായ സ്നേഹപ്രാന്തി, നൂറാം കോൽ, കൊത്തങ്കല്ല്, കള്ളനും പോലീസും, തൂപ്പുകളി തുടങ്ങിയ പഴമയുടെ കളികൾ വിദ്യാർത്ഥിനികൾ ഏർപ്പെട്ടു. മുൻ തലമുറകളുടെ ബാല്യകാല വിനോദങ്ങൾ വിദ്യാർത്ഥിനികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.